ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അണ്ണൻ്റെ പിറന്നാളായതിനാൽ ജനനായകൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് പോവാം. ഓക്കെ, ഇത് അവസാനത്തെ സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട്. 2026 ജനുവരിയിലാണെന്ന് തോന്നുന്നു സിനിമ. ഓക്കെ, അപ്പം നമുക്ക് ടീസറിലേക്ക് പോവാം. നെഞ്ചിൽ കുടിയിരിക്കും, അതറിയാലോ. അത് വിജയ് എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ആപ്തവാക്കിയിട്ടൊക്കെ നമുക്ക് എടുക്കാം. ഉള്ളൊരു സംഭവം എഴുതിയിട്ടുണ്ട്. ട്രൂ ലീഡർ റൈസസ് നോട്ട് ഫോർ പവർ ബട്ട് ഫോർ ദ പീപ്പിൾ. അത് തമിഴ്നാട് പൊളിറ്റിക്സ്, അവർക്ക് വേണ്ടിയുള്ള ഒരു യഥാർത്ഥ നായകൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, അല്ലാതെ അധികാരത്തിന് വേണ്ടിയല്ല. അത് നമുക്കുള്ളതല്ല, അത് അവർക്കുള്ളതാണ്. വാള് വാള് ഫയർ. പോലീസാണ് കേട്ടോ. യൂണിഫോം ഒക്കെ ഇട്ടാണ് പറഞ്ഞത്. ഗുണ്ടകളൊക്കെ പെടുപ്പിക്കാനായിരിക്കും. അനിരുദ്ധ് പറയേണ്ട കാര്യമല്ല. പുള്ളിയുടെ തന്നെ മ്യൂസിക് ചിലപ്പോഴൊക്കെ കോപ്പി അടിക്കും, പക്ഷേ തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് അന്യമാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ മ്യൂസിക്കൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ്, ഭയങ്കര മാസ് സാധനമാണ്. തിയേറ്റർ ഇളക്കി മറിക്കും. ചോര ഒരു ലിയോ ലുക്കില്ലേ എനിക്ക് ഒരു ലിയോ ടച്ചൊക്കെ തോന്നുന്നുണ്ട്. ലിയോയുടെ സെയിം ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ചോര. തലപ്പത്തി പിച്ചായി. ഹാപ്പി ബർത്ത്ഡേ അണ്ണ, ഹാപ്പി ബർത്ത്ഡേ. ജനനായകൻ തമിഴില്, ജനനായകൻ ഇംഗ്ലീഷിൽ. യെസ്, 2026 ജനുവരി 9 സിനിമ റിലീസാവാൻ പോകുന്നത്. പടം ഹിറ്റ് ഓർ ഫ്ലോപ്പ്, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ ഫസ്റ്റ് ഡേ അണ്ണൻ തരണ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്, അന്യമാണ്. അത് വിജയ് ഫാൻസിന് ഒരു സംഭവമാണ്. ഉള്ള കാര്യം പറയാം. ഇപ്പോൾ വിജയുടെ സിനിമയാണെങ്കിലും മോഹൻലാലിൻ്റെ സിനിമകളാണെങ്കിലും സിനിമ ഫസ്റ്റ് ഡേ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഓളം ഉണ്ടല്ലോ, അത് അന്യമാണ്, ഭയങ്കരമാണ്. അത് തമാശ പറഞ്ഞല്ല, അതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ഓളവും അതൊരു ഉത്സവം തന്നെയാണ്. എന്തായാലും സിനിമ ഇറങ്ങാൻ കാണാം. കുറേ കാലമുണ്ട്, കുറേ ദിവസം കൊണ്ട് ഇറങ്ങാൻ. ശരി, ബൈ.